അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിപാവനമായ ശവ്വാൽ മാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശവ്വാൽ മാസത്തിൻ്റെ പവിത്രതകൾ ഏറെ നിറഞ്ഞ തിങ്കളാഴ്ച രാവാണിന്ന്. നാളെ തിങ്കളാഴ്ച പകലാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ശവ്വാൽ ഒന്നാമത്തെ ദിവസം തിങ്കളാഴ്ചയായിരുന്നു നമ്മുടെ ചെറിയ പെരുന്നാൾ. നാളെ തിങ്കളാഴ്ച പകലാണ്. അതിമഹത്തായ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട സമയമാണ്. സ്വലാത്ത് ജീവിതത്തിൽ നിത്യമാക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്ത് കാര്യത്തിനും പരിഹാരം സ്വലാത്താണ്. നമുക്കൊരു കാര്യം നേടിയെടുക്കാനുണ്ട്. അപ്പോൾ ആ കാര്യം അല്ലാഹുവേ എനിക്ക് നേടിക്കിട്ടണം, ജോലി ശരിയായി കിട്ടണം, കല്യാണം ശരിയാവണം, മക്കളിൽ ഖൈറുണ്ടാവണം. അവനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മുന്നിൽ കണ്ടിട്ട് അതിനു വേണ്ടി സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാനും സങ്കടങ്ങൾ മാറാനും ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാവാനും അതൊക്കെ മുന്നിൽ നിർത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് സ്വലാത്ത് ആദ്യം തന്നെ ചൊല്ലാം. സ്വലാത്ത് ചൊല്ലി ബാക്കി ദിക്റിലേക്ക് കടക്കാം. അല്ലാഹു തആല സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുആകൾ അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏത് ജീവിതത്തിൻ്റെ സമയത്തും സന്ദർഭത്തിലും നമ്മൾ മുറുകെ പിടിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു അമലാണ് സ്വലാത്ത്. സ്വലാത്ത് എത്രമാത്രം നമ്മൾ ചൊല്ലുന്നോ, അതിനെ എത്രമാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിനനുസരിച്ചാണ് നമുക്ക് വിജയം കിട്ടിക്കൊണ്ടിരിക്കുക. ഏത് സമയത്തും, സന്തോഷത്തിൻ്റെ സമയത്തും സങ്കടത്തിൻ്റെ സമയത്തും വിഷമത്തിൻ്റെ സമയത്തും ഒക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു പിടിവള്ളിയാണ് സ്വലാത്ത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരു സ്വലാത്ത് പറഞ്ഞാലോ? ഈ സ്വലാത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമുക്ക് സാധാരണ പറയാൻ പറ്റുന്ന സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും റബ്ബേ എനിക്ക് കിട്ടണം എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് സ്വലാത്ത് നമുക്ക് ചൊല്ലാം. اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد اللهم صل عليه وسلم. അല്ലാഹുവിൻ്റെ 99 പേരുകളിൽ വളരെയധികം പോപ്പുലറായിട്ടുള്ള, അതായത് എല്ലാവരും ആവേശത്തോടുകൂടി ചൊല്ലുന്ന 2-3 ഇസ്മുകളുണ്ട്, 2-3 പേരുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് യാ ലത്തീഫു യാ അല്ലാ എന്ന പേര്. ഒരുപാട് നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്നൊരു പേരാണ് യാ ലത്തീഫു യാ അല്ലാ. അതിൻ്റെ കൂടെ ജല്ല ജലാലു എന്നുകൂടി ചേർത്താൽ അത് ഇരട്ടി മധുരമാണ്. അങ്ങനെ നമുക്ക് ചൊല്ലിയാലോ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറാൻ, സങ്കടങ്ങൾ മാറാൻ, ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കിട്ടാൻ ഒക്കെ നമുക്ക് പറ്റിയ ഒരു അള്ളാഹുവിൻ്റെ പേരാണ് യാ ലത്തീഫ്. അതിൻ്റെ കൂടെ ജല്ല ജലാലു എന്നുകൂടി ചേർത്ത് നമുക്ക് ചൊല്ലാം. പറഞ്ഞു
യാ ലതീഫു ജല്ല ജലാലു 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 ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതായത് നമ്മുടെ ഈമാൻ ഒന്ന് പുതുക്കിയെടുക്കണം, നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കണം, നമ്മുടെ നാവുകൾ സുന്ദരമാവണം. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ കൊണ്ട്. മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോലാണ്. അതുകൊണ്ട് ഈ ഒരു ദിക്ർ കൊണ്ട് വേണം നമ്മൾ സ്വർഗം തുറക്കാൻ, സ്വർഗത്തിലേക്ക് കടക്കാൻ. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ പറയണം ലാ ഇലാഹ ഇല്ലല്ലാ. ഒരുപാട് നേട്ടങ്ങളാണ് ഈ ദിക്ർ പറഞ്ഞാൽ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ ഈ ദിക്ർ നമ്മളൊരു 101 വട്ടം അല്ലെങ്കിൽ 333 വട്ടം അല്ലെങ്കിൽ ഒരു 4444 വട്ടം ഈ ഒരു ദിക്ർ ഞാൻ നേർച്ചയാക്കി ഇൻഷാ അല്ലാഹ് ചൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ചൊല്ലിയാൽ വലിയ പ്രതിഫലമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്ർ ഒന്ന് കുറച്ച് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ, ഇസ്തിഗ്ഫാർ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും വിജയം കിട്ടാൻ പറ്റിയ കാര്യമാണ് ഇസ്തിഗ്ഫാർ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കൾ ഉണ്ടാവാൻ, മഴയില്ലാത്ത സ്ഥലമാണെങ്കിൽ ഖൈറായ മഴ കിട്ടാൻ, ജോലിയില്ല, കച്ചവടമില്ല, പ്രയാസത്തിലാണ്, അതൊക്കെ വലിയ ഖൈറിലും ബറക്കത്തിലുമാവാൻ ഇസ്തിഗ്ഫാർ. എല്ലാത്തിനും ഉപരിയായി നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഇസ്തിഗ്ഫാർ അതെല്ലാത്തിനും മരുന്നാൻ. ഒരൊറ്റ മൂലിയാണ് ഇസ്തിഗ്ഫാർ. പറഞ്ഞോ, ഇസ്തിഗ്ഫാർ പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ العظيم أستغفر الله 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 العظيم. നമുക്കൊരു ദിക്ർ പറയണം. ആ ദിക്ർ അള്ളാഹുലേക്ക് എല്ലാം ഭരമേൽപ്പിച്ചിട്ടുള്ള ദിക്റാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാവാൻ, സന്തോഷത്തിലാവാൻ, നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്തുണ്ടാവാൻ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഒക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പറഞ്ഞു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത
ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ദിക്റിന്റെ മജ്ലിസ്, നമ്മൾ നിസ്കരിക്കുന്നത്, നമ്മൾ നോമ്പ് പിടിക്കുന്നത് എല്ലാം എന്തിനു വേണ്ടിയാ? നമ്മുടെ ആഖിബത്ത് നന്നാവാൻ, അവസാനം നന്നാവണം അല്ലേ? അത് അവസാനം മോശമായാൽ പിന്നെ തീർന്നില്ലേ? അപ്പൊ അതുകൊണ്ട് അള്ളാഹു എൻ്റെ ആഖിബത്ത്, അവസാനം നീ നന്നാക്കി തരണം. അത് നമുക്ക് ഒന്ന് ദുആയിലൂടെ പറയണം, ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മും കൂടി ചേർത്തത് പറഞ്ഞാൽ വമ്പൻ നേട്ടമാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ള ഒരു ഇസ്മാണ് നമ്മൾ പറയുന്നത്, അങ്ങനെയുള്ള ഒരു ദുആയാണ് നമ്മൾ പറയുന്നത്. പറഞ്ഞു, യാദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം 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 യാദൽ ജലാലി والإكرام أمتنا على دين الإسلام يا ذا الجلال 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 والإكرام أمتنا على دين الإسلام. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സമയത്ത് മഹാനവറുകൾ പറഞ്ഞ ദിക്ർ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങൾ പറഞ്ഞ ദിക്ർ, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളെ നേരിടാൻ മുസ്ലിം സൈന്യം പുറപ്പെടുന്ന സമയത്ത് അവർ പറയുന്ന ദിക്ർ, ശൈത്വാന്റെ ഷർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാനുള്ള ദിക്ർ, നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറി കിട്ടാനുള്ള ദിക്ർ, എല്ലാം അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്ന ദിക്ർ. ഈ ദിക്ർ പറഞ്ഞാൽ, ഈ ദിക്ർ നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇഹപര വിജയം ഉറപ്പാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് പറയാം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇവിടെ ഹസ്ബുനല്ലാഹ് എന്ന് പറയാം, അതായത് ഞങ്ങൾക്ക് അല്ലാഹു മതി എന്നാണ് ഇതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഹസ്ബി അല്ലാഹ് എന്ന് പറയും, എനിക്ക് അല്ലാഹു മതി. ഇപ്പൊ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ചൊല്ലുന്നത് കൊണ്ട് ഹസ്ബുൻ അല്ലാഹ്, ഞങ്ങൾക്ക്, നമുക്ക് അല്ലാഹു മതി എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ വരുന്ന ആ ദിക്റാണ് നമ്മൾ പറയുന്നത്. പറഞ്ഞോ,
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അപ്പോൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ ഇഖ്ലാസ്, മുഅബ്ബിദത്തൈനി, ഈ 4 സൂറത്തുകളും ഓതിയിട്ട് ദുആരക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അതും കൂടെ ഓതിയിട്ട് ബാക്കി ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا
ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات أرحم الراحمين ആയ കരുണയുള്ള റബ്ബേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ അല്ലാഹുവേ ദുആയിനെ നീ ഖബൂലാക്കണേ അല്ലാ അല്ലാഹു ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദുആയും ഞങ്ങളുടെ ഇബാദത്തുകളെല്ലാം അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ അല്ലാഹുവേ പരിശുദ്ധമായ ഈ ശവ്വാൽ മാസം ഞങ്ങൾക്ക് ബറക്കത്തിന്റെ മാസമാക്കണേ അല്ലാ സലാമത്തിന്റെ മാസമാക്കണേ അല്ലാ ഖൈറിന്റെ മാസമാക്കണേ അല്ലാ അല്ലാഹുവേ ഒരുപാട് നിന്നിലേക്ക് അടുക്കാനുള്ള മാസമാക്കണേ അല്ലാ നിന്റെ ബറക്കത്തിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാ ഖൈറിന്റെ സലാമത്തിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ഞങ്ങൾക്ക് പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പ് തരണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഈ സദസ്സുകൾ ഞങ്ങൾ പിരിയുമ്പോ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഉമ്മിച്ച് ഞങ്ങളെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നോ അതുപോലെ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നീ മാറ്റണേ അല്ലാ അല്ലാഹുവേ ദുആകൾ ഞങ്ങൾ പിരിയുമ്പോ ഹജ്ജ് ചെയ്ത ഹാജിയെ പോലെ ആക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ അബദ്ധങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാ അല്ലാഹു ഇത് ഞങ്ങളുടെ തൗബയാണ് ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ റബ്ബേ ഖബൂലാക്കണേ അല്ലാ അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളുണ്ട് ഭർത്താക്കന്മാരുണ്ട് കൂട്ടുകുടുംബാദികൾ നാട്ടുകാര് വേണ്ടപ്പെട്ടവര് കൂട്ടുകാര് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ മർഹമത്ത് കൊടുക്കണേ അല്ലാ സ്വർഗപ്രവേശനം കൊടുക്കണേ അല്ലാ നരകമോചനം തരണേ അല്ലാ നിന്റെ കരുണ തരണേ അല്ലാ നിന്റെ മഗ്ഫിറത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ഞങ്ങൾ പ്രയാസപ്പെടുകയാണ് അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈർ തരണേ അല്ലാ ബറക്കത്ത് തരണേ അല്ലാ കഷ്ടനഷ്ടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അവർക്കെല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ എല്ലാവിധ നന്മകളും കൊടുക്കണേ അല്ലാ അല്ലാഹുവേ അവരുടെ ദ്വാനങ്ങൾക്ക് തരണേ അല്ലാ അവരോടൊപ്പം ഞങ്ങൾക്കും സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ ഉമ്മമാര് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ് അല്ലാ ഇനി നീ അവരെ വേദനിപ്പിക്കല്ല റബ്ബേ ഇനി നീ അവരെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ വാപ്പമാര് അല്ലാഹു ഞങ്ങളുടെ വാപ്പമാര് ഞങ്ങളുടെ ഭർത്താക്കന്മാര് എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ കുടുംബാദികളിൽ പലരും രോഗികളാണ് ഈ ആമീൻ പറയുന്ന ഉമ്മമാരിൽ പലരും പല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് മാനസികമായ ശാരീരികമായ മാരകമായ രഹസ്യമായ പരസ്യമായ എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ ഈമാൻ ഫസാദായി പോകുന്ന അല്ലാഹുവേ നിന്നെ ധിക്കരിച്ച് വർത്തമാനം പറയുന്ന അസുഖങ്ങൾ തരല്ലേ അല്ലാ ക്യാൻസർ തരല്ലേ അല്ലാ ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ റബ്ബേ കരൾ കേടാക്കി കളയല്ലേ അല്ലാ ശ്വാസം മുട്ട് മാറ്റി തരണേ അല്ലാ അല്ലാഹുവേ സ്ട്രോക്ക് വന്ന് മരണപ്പെടുന്ന അവസ്ഥ അതുപോലെ തന്നെ ആക്സിഡന്റിൽ പെട്ടുപോകുന്ന അവസ്ഥയെ തൊട്ടെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുകയാണ് എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ നരമ്പിന് പ്രശ്നമുള്ളവരുണ്ട് അതുപോലെ തന്നെ കൈകാലുകൾക്ക് വേദനയുള്ളവരുണ്ട് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഉള്ളവരുണ്ട് അല്ലാഹുവേ വെരിക്കോസിന്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സോറിയാസിന്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളായി കഴിയുന്നു പ്രത്യേകിച്ച് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത കമന്റിലൂടെ ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ ഷാഫിയായ അല്ലാ കാഫിയായ അല്ലാ ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫാ തരണേ റഹ്മാനെ
അല്ലാഹുവേ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ നീ ആ കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ജോലിയില്ലാതെ വിഷമിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വാടക വീട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തമായി വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്. ഈ വിനീതന്റെ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ മുഅ്മിനീങ്ങളുടെ വീട് പണി നടക്കുന്നവരുണ്ട്. ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു ഞങ്ങളുടെ വീട് പണി എല്ലാം നീ പൂർത്തിയാക്കി തരണയല്ല. അത് ഖൈറിലാക്കണയല്ല. അവിടുത്തെ താമസമെല്ലാം നീ ബറക്കത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കണയല്ല. അല്ലാഹുവേ വിവാഹ പ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരികൾ. അല്ലാഹുവേ പടച്ചവനെ സഹോദരിമാരെ സഹോദരങ്ങൾ അവർക്ക് നീ ഖൈറായ ഇണകളെ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹം മുടങ്ങിപ്പോയവരുണ്ട്. സൗന്ദര്യം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് വിവാഹം മുടങ്ങിപ്പോയവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ജീവിതത്തിൽ സന്തോഷവും കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ ആത്മഹത്യ ചിന്തിക്കുന്ന അവസ്ഥ നീ വരുത്തല്ല റബ്ബേ. ഈ ശൈത്താന്റെ ശർറിനെ തൊട്ട് കാക്കണയല്ല. പിശാചിന്റെ കെണിവരകൾ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണയല്ല. മോശം ചിന്തകളെ തൊട്ട് മോശം പ്രവൃത്തികളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ട്. ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവർക്കും നീ എല്ലാവിധ നിഅമത്തും ബറക്കത്തും കൊടുക്കണയല്ല. ഞങ്ങളുടെ മക്കളെ നീ കാക്കണയല്ല. അല്ലാഹു ഇന്ന് കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്. എല്ലാവിധത്തുള്ള ദുശീലങ്ങളെ തൊട്ടും പ്രത്യേകിച്ച് കഞ്ചാവ്, ലഹരി മരുന്ന് എല്ലാത്തിനെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണയല്ല. അല്ലാഹു ഞങ്ങളുടെ മക്കൾ പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ട്. സ്കൂളുകളിൽ കോളേജുകളിൽ ഉന്നതമായ വിജയം കൊടുക്കണയല്ല. അല്ലാഹുവേ മദ്രസകളിൽ പോകുന്നവരാണ് ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പേരക്കുട്ടികൾ. അവർക്കും നീ എല്ലാവിധ നിഅമത്തും ബറക്കത്തും കൊടുക്കണയല്ല. മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കുന്ന മാതാപിതാക്കളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മുൻഗാമികൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാര് എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ ഖൈർ തരണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. സ്വസ്ഥത തരണേ അല്ലാ. സമാധാനം തരണേ അല്ലാ. കുടുംബജീവിതത്തിൽ ഐശ്വര്യം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ മുഅ്മിനീങ്ങൾ വലിയ പ്രയാസത്തിലാണ്. പ്രത്യേകിച്ച് ഗസയിൽ, ഫലസ്തീനിൽ ഇന്ത്യൻ മുസൽമാൻ പല സ്ഥലത്തും പല പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് തരണേ അല്ലാ. അഭിമാനം തരണേ അല്ലാ. അവരെല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറയുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ കമന്റിലൂടെ റഹ്മാനെ പലർക്കും കമന്റ് എഴുതാൻ അറിയില്ല. ഉസ്താദെ നിങ്ങൾ ദുആ രക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ ആരെല്ലാം കമന്റിലൂടെയും അല്ലാതെയും ദുആ വസിയത്തുകൾ പറയുന്നു എല്ലാവരുടെയും മനസ്സ് നീ അറിയുന്നവരാണ്. അല്ലാഹുവേ എല്ലാവർക്കും നീ ഹലാലായ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ആ കമന്റ് എഴുതിയ മുഅ്മിനീങ്ങളുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. സമാധാനപരമായ ജീവിതം അവർക്കും ഞങ്ങൾക്കും തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മയും തരണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. പരമാവധി എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്ലിസിന്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.